ഹായ് ഫ്രണ്ട്സ്, ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മളെ വീട്ടിലെ റംബൂട്ടാൻ. നമ്മളെ വീട്ടിൽ കുറച്ച് വെറൈറ്റി റംബൂട്ടാനുണ്ട്. അപ്പോൾ ആ റംബൂട്ടാൻ എങ്ങനെയാണ്, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്, അപ്പോൾ ഏതൊക്കെ വെറൈറ്റിയാണ്, ഏതൊക്കെയാണ് നല്ലത് നമ്മളെ വീട്ടിൽ വെക്കാൻ, അപ്പം അതിൻ്റെ വിശേഷം, പിന്നെ അല്ലാതെ നമ്മളെ ഗാർഡനിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒന്നുകൂടെ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ നാടൻ റംബൂട്ടാനാണ്. നാടൻ എന്ന് പറയുന്നത് നമ്മളെ വരിക്കയല്ല, കൂഴ ഇനത്തിൽപ്പെട്ട ഒരു റംബൂട്ടാൻ വെറൈറ്റിയാണ്. ഇത് നട്ടിട്ട് ഏകദേശം 10 വർഷത്തിന് മേളിലാവും. അപ്പം കുരു നട്ടുകൊണ്ട് തന്നെ ഇത് കായ്ക്കാനും വളരെയധികം സമയമെടുത്തു. അത് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. ഇതിൽ ഇപ്രാവശ്യം നിറയെ റംബൂട്ടാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് നിൽക്കുന്ന പച്ചയാണ്. ആ സമയം ഇതിൽ പഴുത്തത് നിൽപ്പുണ്ട്. ഇതിൽ ഒരുപാട് ഈ അണ്ണിയും തത്തയൊക്കെ വന്ന് കഴിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ റംബൂട്ടാൻ വളരെ ഹൈറ്റില്ലാതെ തന്നെ ബുഷാക്കി നിർത്തി നമ്മൾ വലയൊക്കെ ഇട്ട് പറയുന്നത്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം അന്നിയൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് അവരിത് വന്ന് കഴിച്ചുകൊണ്ട് പോകും. വേണ്ട, നിറച്ചുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, ഇതാണ്ട് ഇതിൽ മെല്ലൊക്കെ നിറച്ച് നിൽപ്പുണ്ട്. വേണ്ട, ഇത് വിളഞ്ഞ് വരുമ്പം ഈ കളറാണ് ആകുന്നത്. നമുക്കിതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ കളർ. ഇതൊരു നാടൻ വെറൈറ്റിയാണ്. ഇത് നമ്മളെ E35 അതിൻ്റെയൊക്കെ വലിപ്പം തന്നെയാണ് ഇതിനും വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കുരുവിൽ നിന്ന് ഇത്തിരി വിട്ട് വരാൻ പാടാണ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. പക്ഷേ മധുരം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ N18 വരിക്കേനേയും കാട്ടിയും ഇതിന് വളരെ ടേസ്റ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കുരുവിൽ നിന്ന് അടന്ന് വരാത്തതാണ്. നല്ല ജ്യൂസിയാണ്. അപ്പം ഇതാണ് നമുക്ക് ഇപ്രാവശ്യം ഏറ്റവും കൂടുതലും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിറച്ചുണ്ടായിരുന്ന കുറേയൊക്കെ പറിച്ച് കഴിച്ച് ബാക്കി നമ്മളെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തായിരുന്നു. ബഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഭയങ്കര നല്ല ഹൈറ്റിനെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ഹൈറ്റൊക്കെ വെച്ചാലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അന്നിയും ഈ തത്തയെല്ലാം വന്ന് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ മേളിൽ നിൽക്കുന്നതെല്ലാം അന്നിയൊക്കെ കടിച്ച് തിന്ന് തീർത്ത് കളഞ്ഞു. എന്നാലും നല്ലൊരു ടേസ്റ്റാണിത്. ഇത് നമുക്ക് കുരുവിട്ടി തന്നെ പിടിപ്പിക്കണം. ഞാൻ നഴ്സറിയിൽ ഇത് കണ്ടിട്ടില്ല. നമ്മളെ ഗാർഡനിലിരിക്കുന്ന E35 വെറൈറ്റിയുള്ള റംബൂട്ടാൻ. അപ്പം E35 എന്ന് പറയുന്ന ഒരു കളർ മഞ്ഞയാണ്. അപ്പം നമ്മളെ വീട്ടിലിരിക്കുന്ന E35ന് ഇത്ര വലിപ്പമായി. നമ്മൾ ഊണൊക്കെ ചെയ്ത് ഇപ്പം വലിയൊരു ഒരായി കാണാമല്ലോ. ഇത് നമുക്ക് 1 കിലോയ്ക്ക് നമ്മൾ 35 എണ്ണമൊക്കെ വേണ്ടി വരും. അപ്പം താരതമ്യേന ഇതിൻ്റെ വലിപ്പം ചെറുതാണ്. പക്ഷേ ഈ പ്രാവശ്യം ഇതിൽ ഒന്നും കായ്ച്ചിട്ടില്ല. വരിക്കയാണ്. അതായത് നമ്മുടെ കുരുവിൽ നിന്ന് നമുക്ക് ഫ്ലഷ് വിട്ടു പോരും. അപ്പം താരതമ്യേന നമ്മളെ N18 ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും വലിപ്പം കുറവാണ്. പക്ഷേ നല്ല മധുരമാണ്. നമുക്കിതിൻ്റെ 2 മരമുണ്ട്. അപ്പം ഇത് കായ്ച്ചിട്ടില്ല, മറ്റത് കുറച്ച് കായ പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത് രണ്ടാമത്തെ E35 റംബൂട്ടാൻ E35ൻ്റെ ചെടി അത് ഇത്ര നല്ല ബുഷായിട്ട് ഇപ്പോൾ ഉണ്ട്. അപ്പം ഇതിലും താരതമ്യേന E35 ഈ പ്രാവശ്യം വളരെ കുറച്ചാണ് നമുക്ക് കായ പിടിച്ച് കിട്ടിയിട്ടുള്ളത്. എന്താ, ഇതാണ് E35ൻ്റെ E35 ഇത്രയൊക്കെ മാക്സിമം വലിപ്പം വയ്ക്കുള്ളൂ. ഇതാണ് E35. അപ്പോൾ നമ്മൾ പറിച്ചത് ഇതാണ് E35. ഇതിൻ്റെ വലിപ്പം വന്നിട്ട് ഇത്രയേ ഉള്ളൂ. ഉണ്ടോ, നല്ല മഞ്ഞ കളറാണ്. വരിക്കന്നത്തിൽപ്പെട്ടതാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ E35ന് നല്ല വിളഞ്ഞ് വന്നിട്ട് ഒരു റെഡ് സ്പൈക്ക് പോലെ വന്നിരിക്കുന്നുണ്ട്. മഞ്ഞയിൽ തന്നെ റെഡ് കളറിൽ ഇതാദ്യമായിട്ടാണ്. ഇത് നമ്മൾ ഇത്രയും പഴുക്കാൻ വിടാറില്ല. പക്ഷേ ഇത് നല്ല പഴുത്ത് വന്നപ്പോഴത്തേനും ഒരു റെഡ് സ്പൈക്ക് പോലെ വന്നിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കിത് ഈ മഞ്ഞ കളർ തന്നെയാണ് ഇതിൻ്റെ നിറം. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഒരു മാവാണിത്. ഇത് നമ്മൾ വെട്ടിക്കളഞ്ഞ്. കാര്യം ഈ വെറൈറ്റി തന്നെ നമ്മളെ വീട്ടിൽ 4 സെയിം വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഒരെണ്ണം നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പം നമ്മൾ ഈ മാവേണ്ട നമ്മൾ ഇവിടെ വെച്ചാണ് വെട്ടിക്കളഞ്ഞത്. നമ്മൾ കുറച്ചും കൂടി ഇവിടെ വെച്ച് വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ഇതിലൊരു 2-3 വെറൈറ്റി വെച്ച് പിടിപ്പിക്കാനുള്ളൊരു പരിപാടി നോക്കണം. അതിൻ്റെ വീഡിയോ നമുക്ക് ശരിയാക്കിയിട്ടിടാം. അത് ഇവിടെ വെച്ച് വെട്ടിക്കളഞ്ഞപ്പോൾ എന്തുമാത്രം പൊടിപ്പ് വന്നതൊക്കെയാണ്. നല്ല ബുഷായിട്ട് വരുന്നത്. ഇത് നമുക്ക് അയച്ച മാവാണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ റംബൂട്ടാൻ N18 അത് നമ്മൾ ഹോം ഗ്രൗണ്ടാണ് മേടിച്ചിട്ടിരിക്കുന്നത്. അപ്പം ഇതിന് അത്യാവശ്യം താരതമ്യേന മറ്റതിനെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലുണ്ട്.
വരിക്കേനാണ്. വേണ്ട വേണ്ടി നല്ല വലിപ്പം കൂടുതലാണ്. ഇത് വലയിട്ടില്ലെങ്കിൽ വേണ്ട കടിച്ച് വെച്ചിട്ട് പോകണം. വേണ്ട എന്താ വേണ്ട ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്രാവശ്യം കാ പിടിച്ചു. പക്ഷേ വേണ്ട എല്ലാം ഒന്ന് കഴിച്ചുകൊണ്ട് വലയിടാത്തതാണ് പ്രശ്നം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് വലയിട്ടില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കിട്ടിയതാണ്. പക്ഷേ ഇപ്രാവശ്യം അണ്ണികളൊക്കെ കണ്ടുപിടിച്ച്, അതുകൊണ്ട് ഇപ്രാവശ്യം വളരെയധികം നഷ്ടമാണ്. അപ്പോൾ ഈ റംബൂട്ടാൻ നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് നടാൻ പറ്റിയൊരു റംബൂട്ടാനാണ്. കാര്യം ഇത് കുറച്ച് ദിവസം കൂടെ നമുക്ക് ഷെൽ ലൈഫ് ഇതിനിത്തിരി കൂടുതലാണ് മറ്റതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഈ 35 കുഴപ്പമില്ല, പക്ഷെ അതിനെ അപേക്ഷിച്ച് ഇതിന് സൈസും ഉണ്ട്. ഞാൻ ഒരു പാടത്ത് കാണിച്ചുതരാം. ഇതാ കണ്ടാ, മറ്റതിനെ അപേക്ഷിച്ച് ഷെൽ ലൈഫും കൂടുതലാണ്, വരിക്കയാണ്, പക്ഷേ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതിന് വെയിറ്റും ഉണ്ട് അത്യാവശ്യം. അതാണ് 18 N18. ഒരു 18 വയ്ക്കുമ്പോൾ ഏകദേശം 1 കിലോ അടുപ്പിച്ച് വരും. അപ്പം ഇതാണ് N18. മധുരത്തിൻ്റെ കാര്യത്തിലും അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇപ്പം സീസർ അങ്ങനെയൊക്കെ വെറൈറ്റികളുണ്ട്, പക്ഷെ അതിന് ഷെൽ ലൈഫ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെ അപേക്ഷിച്ച്. വലയിട്ടെന്ന് പറയുന്നത് എൻ്റെ വല അടക്കം നോക്കിയാണ്. റംബൂട്ടാനായിട്ട് യാതൊരു ബന്ധമില്ല. അത് നല്ല രീതിയിൽ അണ്ണാമാർ വന്ന് അടിച്ചുകൊണ്ട് പോകാൻ തന്നെ വേണ്ട. അങ്ങനെ N18 നല്ല രീതിയിൽ പിടിക്കും, അത്യാവശ്യം ടേസ്റ്റും ഉണ്ട്. കായ്ക്ക് മറ്റതിനെയൊക്കെ അപേക്ഷിച്ച് നല്ല വലിപ്പമുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. വേണ്ട മനുഷ്യർ കഴിക്കണേക്കാട്ടും കിടിലായിട്ട് ഇതൊന്ന് കഴിച്ചിട്ട് പോകാനാണ്. നമുക്ക് കുറച്ചടക്കാം പഴുത്ത് നോക്കി. വേണ്ട നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ 35ഉം നാടനും ഇത് ഒരുമിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമുക്കറിയണ്ടേ. നമുക്ക് N18 ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഒരു ബഡ് ഹോം ഗ്രൗണ്ടിൻ്റെയൊക്കെ ഒരു ബഡ് തൈയൊക്കെ മേടിച്ച് നടയണമെങ്കിൽ നമുക്കൊരു 3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വളമൊക്കെ കൊടുത്ത് അടിവളമൊക്കെ കൊടുത്ത് നടയണമെങ്കിൽ നമുക്കൊരു 3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് കായ്ച്ച് തുടങ്ങും. ഇപ്പം തന്നെ കായ്ച്ചത് തന്നെ നഴ്സറിയിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടു, ബാക്കി നമുക്ക് വീട്ടിൽ കൊണ്ടങ്ങ് നട്ടാൽ മതി. ബാക്കി നമുക്ക് വെറൈറ്റികളുണ്ട്, നമുക്ക് ബാക്കി നോക്കാം. നമുക്ക് ഈ ഒരു ഹൈറ്റിലൊക്കെ നിർത്തി പ്രൂൺ ചെയ്ത് വളർത്തുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ വലയൊക്കെ ഇട്ട് സംരക്ഷിച്ച് വരാം. അപ്പോൾ അങ്ങനെ നമുക്ക് വലയൊക്കെ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഈ അണ്ണിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വന്ന് കഴിച്ചുകൊണ്ട് പോകണം. അണ്ണി, നമ്മളെ തത്ത, കിളികൾ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് വേറെ വെറൈറ്റി റംബൂട്ടാൻ നമ്മൾ നട്ടിട്ടുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. എൻ്റെ വീട്ടിലിരിക്കുന്ന ചിക്കു ഇത് ഒരുപാട് വലുതാകത്തില്ല, എന്നാലും ഒരു മീഡിയം സൈസ് ആവും. ഇത് മറ്റേ റൗണ്ട് ഷേപ്പല്ല, ഇത് കുറച്ച് നീളമുള്ള ടൈപ്പാണ്. ഉണ്ട് പ്രാവശ്യം നമുക്ക് നിറച്ച് പിടിച്ചിട്ടുണ്ട്. ഉണ്ട് എല്ലാ ശരീരത്തിലും നല്ല രീതിയിൽ ഞാൻ വാങ്ങിച്ച് നട്ട് അന്നോട്ട് ഒരു 2-3 വർഷത്തിനകത്ത് തന്നെ ഇത് കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇത് നിറച്ചും എല്ലാ വർഷവും നിറച്ചും കാ പിടിക്കും. വേണ്ട നല്ല ബുഷായിട്ട് ഇപ്പോൾ ഉണ്ട്. എന്തായാലും ഈ സൈസ് ഈ ടൈപ്പ് ചിക്കു കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം വീട്ടിൽ മേടിച്ച് നട്ടാൽ നല്ല വൃത്തിയായിരിക്കും. അത് കാര്യം നിറച്ച് പിടിച്ചിട്ടുണ്ട്. എന്താ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ഫ്രണ്ട്സ്, ഈ റംബൂട്ടാനാണ് റാങ്ക് ഗ്രെയിൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി റംബൂട്ടാൻ. അപ്പം ഇത് ഞാൻ മേടിച്ചിട്ടിട്ട് 1.5 കൊല്ലത്തിന് മേലിൽ 2 കൊല്ലം ആവും. അതാ ഇത് ഞാൻ കഴിച്ചിട്ടില്ല, നല്ല ടേസ്റ്റുള്ളൊരു വെറൈറ്റിയാണ്. ഇതും വരിക്ക ഇനത്തിൽ പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ളതാണ്. നിങ്ങൾ ആനക്കൊമ്പൻ വെണ്ടയ്ക്ക കണ്ടിട്ടുണ്ടോ? ഇതാണ് ആനക്കൊമ്പൻ വെണ്ടയ്ക്ക. എന്താ ആനയുടെ കൊമ്പ് പോലെ പിടിക്കുന്നതാണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ വീട്ടിലിരിക്കുന്ന കേട്ടൻ വെറൈറ്റി റംബൂട്ടാൻ. അത് കേട്ടൻ എന്ന് പറയുമ്പം ഏകദേശം ഒരു 10 എണ്ണമൊക്കെ വരുമ്പോൾ 1 കിലോ വരണം. ഇത് അടുത്ത കൊല്ലം കായ്ക്കുമെന്നാണ്. ഇത് ഇത്തിരി വലിപ്പം കൂടുതലാണ് ഈ റംബൂട്ടാൻ വെറൈറ്റിക്ക്. ചുവപ്പ് കളറാണ്, വരിക്ക ഇനത്തിൽ പെടുന്ന. ഈ വരിക്ക എന്ന് പറയുന്നത് നമുക്ക് ഈ കുരുവിൽ നിന്ന് ഫ്ലഷ് വരുന്ന ടൈപ്പാണ് ഈ വരിക്ക എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മളെ കേട്ടൻ വെറൈറ്റി. ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ സീഡ്ലെസ് നാരകം.
ഇതുവരെ പിടിച്ച് തുടങ്ങിയിട്ടില്ല. ഇതിങ്ങനെ ഹോം ഗ്രൗണ്ടാണ് മേടിച്ച് നട്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ സീഡ് ഉള്ള നാരങ്ങ. അതായത് സീഡ്ലെസ്സിൻ്റെ അതേ വലിപ്പമാണ്, പക്ഷേ ഇതിന് സീഡുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാണാനൊക്കെ ഏകദേശം അതേപോലെ തന്നെ. അതായത് ഇതിലൊരു ചെറിയൊരു നാരങ്ങ ഇപ്പുണ്ട്, കാണിച്ചു തരാം. വേണ്ട ഉണ്ടോ, ഇത് സീഡുള്ള ടൈപ്പാണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കാലാപ്പാടി നമുക്ക് സീസൺ കഴിഞ്ഞു. എല്ലാ മാങ്ങ സീസണും കഴിഞ്ഞു. എന്നാലും കാലാപ്പാടി നമുക്കിതാ പിന്നെയും പൂക്കുകയാണ്. നമുക്ക് പുതിയ പൂക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റംബൂട്ടാൻ 3 വെറൈറ്റി നമ്മൾ അടത്തിരിക്കുകയാണ്. ഒന്ന് N18, അത് ഇത്ര വലിപ്പമാണ്. അടുത്തത് E35, അത് ദണ്ട ഇത്ര വലിപ്പമാണ്. അല്ല നമ്മുടെ സാധാ കൂഴ റംബൂട്ടാൻ, നാടൻ റംബൂട്ടാൻ, അത് ഈ വലിപ്പമാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം E35 തുടങ്ങാം. E35 എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് നോക്കാം. അവിടെ നല്ല കട്ടിയുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്ലഷ്. അപ്പം ഇതിന് നമുക്ക് ഫ്ലഷ് നമുക്ക് കുരുന്ന് ഊരി വരും. അപ്പം അത് നല്ല ടേസ്റ്റുമാണ്. ഫ്ലഷ് ഇളകിയിരുന്നാണ്, നല്ല മധുരമുണ്ട്. പൂർണ്ണമായിട്ടും കുരു നമുക്ക് കിട്ടും. എന്തായാലും നല്ലൊരു വെറൈറ്റിയാണ്. പക്ഷേ എന്താ വലിപ്പത്തിൽ കുറവാന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് N18 കണ്ടോ, കുറച്ച് വലിപ്പം നീളമുണ്ട് കുറച്ചുകൂടെ ഉണ്ടോ. അപ്പം ഇത് അത്യാവശ്യം പഴുത്ത ഒരു N18 റംബൂട്ടാൻ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല തോട്, നല്ല കട്ടിക്കൂടുതലാണ്. എന്താ സെയിം E35ൻ്റെ ആ ഒരു ഫ്ലഷ് പോലെ തന്നെയാണ്. എന്താ ഏറ്റവും കൂടി വലിപ്പമുണ്ട്. എന്താ തോട് നല്ല കട്ടിയാണ്. ഇതിന് ഇത്തിരി ഷെൽഫ് ലൈഫ് കൂടുതലുള്ളൊരു സാധനമാണ് ഈ N18. അതാണിത് ഈ വില. നല്ല മധുരമുണ്ട്. ഇതും നമ്മൾ കുരുവിൽ നിന്ന് നല്ലോണം അടർന്നു വരുന്നതാണ്. കഴിക്കാനും നല്ല ടേസ്റ്റുണ്ട്. ഈ കുരു നട്ടാലും N18 റംബൂട്ടാൻ നമുക്ക് കിട്ടും. പക്ഷേ വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഈ കുരു പൊടിച്ചു വരുമ്പം ആണോ പെണ്ണോ ആയിട്ട് മാറുകയാണെങ്കിൽ, പെണ്ണാണെങ്കിൽ കഴിയും. ആൺമരമാണെങ്കിൽ കാ പിടിക്കില്ല, പൂ മാത്രമേ കാണില്ല. മനസ്സിലാവും. അവസാനം നമ്മൾ നാടൻ റംബൂട്ടാൻ എടുക്കണം. ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നതും കുരു നിന്ന് ഇട്ട് വരത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് നല്ല ഒരു പഴുത്ത ഒരു റംബൂട്ടാനാണ്. ഇത് അത്ര കട്ടിയില്ല. അതിന് വഴുവഴാന്ന് നല്ല കട്ടിയാണ്. അതിനും ഷെൽഫ് ലൈഫ് ഇത്തിരി കുറവാണ്. പക്ഷേ നല്ല ജ്യൂസിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്. ചെറിയൊരു പുളിപ്പ്, നല്ല മധുരമാണ്. നമ്മുടെ നഴ്സറികളിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏത് കുരു ഇട്ടാലും പിടിക്കാം. പക്ഷേ ഈ കുരു ഇടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം മെയിനായിട്ട് ഇതാണ്, ഫ്ലഷ് ഇതിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പം നിങ്ങൾക്ക് ഇതുവരെ കേട്ടതിൽ ഏത് റംബൂട്ടാനാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ റംബൂട്ടാൻ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് റംബൂട്ടാനാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് നോക്കിയിട്ട് തീരുമാനിച്ചിട്ട് വെക്കാം. അപ്പോൾ സ്കൂൾ ബോയൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ഇടത്തരം സൈസ് കൊണ്ട് 2 വെറൈറ്റി കളറായിട്ട് വരും. ഒരു മഞ്ഞയും ചുവപ്പുമായിട്ട് ഇടകലർന്ന്. അത് വലിയ പഴുത്തില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട്. പിന്നെ സീസറാണെങ്കിൽ വലിപ്പം കൂടുതലായിരിക്കും, പക്ഷേ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും. പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ട്. നാടനാകുമ്പോൾ ഈ നാടൻ്റെ പ്രശ്നം എന്ന് പറയുന്നതും ഷെൽഫ് ലൈഫ് കുറവാണ്. കുരുവിൽ നിന്ന് ചത വിട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ്. N18 ആണെങ്കിൽ നമ്മൾ വാണിജ്യ അടിസ്ഥാനത്തിൽ നമുക്ക് വീട്ടിൽ വെച്ച് നട്ട് വളർത്താം. കാര്യം അതിന് നല്ലൊരു തോട് കട്ടിയുള്ളതുകൊണ്ട് ഇത്തിരി ഷെൽഫ് ലൈഫ് കൂടുതലാണ്. ടേസ്റ്റും ഒക്കെയാണ്. തൂക്കവും കിട്ടും. എല്ലാത്തിനും ഒരു ഭീഷണി എന്ന് പറയുന്നത് കണ്ണി, ബാറ്റ്സ്, അതിൻ്റെയൊക്കെ ഇതുണ്ട്. അത് നെറ്റ് നമ്മൾ വളരെ ഹൈറ്റ് പോകാതെ നെറ്റൊക്കെ ഇട്ട് സൂക്ഷിക്കുക. ഇപ്പം റംബൂട്ടാന് ഏകദേശം ഒരു 400-350 രൂപ അടുത്ത് വിലയുണ്ട്. അപ്പം വാണിജ്യമായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഓരോ റംബൂട്ടാനും ഓരോ ടേസ്റ്റ് ഉണ്ട്, അതിനുള്ള ഗുണമുണ്ട്, റേറ്റ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഇനിയും കുറച്ചുകൂടെ പ്ലാന്റ്സ് ആഡ് ചെയ്യാം. നമുക്ക് ബിഞ്ചായി നോക്കാം, മഹാലിക നോക്കാം, സീസർ നോക്കാം. അല്ല 2 വെറൈറ്റി നമ്മളിൽ റോങ്ഗ്രീന്, പിന്നെ സ്കൂൾ ബോയ്, കാറ്റനൊക്കെ നമ്മളിലുണ്ട്. അതൊന്ന് എന്താണെന്ന് നമുക്ക് വലുതാകുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. ആദ്യമായാണ് കൂട്ടുകാർ ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ഫ്രണ്ട്സ്.